2 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് 42 വട്ടം പലപാടാക്കിയ മാരാറ്. ഈ മാരാർ 2 മണിക്കൂർ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അതിന് യഥാർത്ഥത്തിൽ പറയുന്നത് ഹാഷ്മി പറഞ്ഞ പോലെ പലപാടാണ്. അത് വയറ്റിപ്പാടെന്ന് പറയും. ഈ ഹാഷ്മിയായിട്ടുള്ള പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോയപ്പം വീട്ടുകാർ പറഞ്ഞു, നീ ഹാഷ്മിനെ തിരിച്ച് വെല്ലുവിളിക്കാതെ ചോറ് തരത്തില്ലെന്നും പറഞ്ഞ് രണ്ടാം കയറി കാറിനകത്തിരുന്ന് വെല്ലുവിളിക്കുന്നത്. ആ ഒരു നാരങ്ങ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മാറുന്നവനാണ് ഈ മാരാർ. എന്നിട്ട് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഓരോ 10 മിനിറ്റ് പണ്ട് പിഷാരടി പറയുകയുണ്ടായി, ഇപ്പൊ പറഞ്ഞതൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ മാറ്റി പറയുന്നു. 2 കൊല്ലം പോയിട്ട് 2 മണിക്കൂറും 10 മിനിറ്റും ഉള്ള പ്രോഗ്രാമിന് 42 വട്ടം നിലപാട് പലപാടാക്കി വൈറ്റിപ്പാട്. പൈസ കിട്ടാത്തതുകൊണ്ട് അവിടെ കുത്തിത്തിരിഞ്ഞിട്ട് പൈസ കിട്ടാത്തതിന്റെ പേര് ആ പൈസ ചേർത്ത ആളെ തള്ളി പറഞ്ഞുകൊണ്ട് വന്നേക്കുവാണ്. എന്നിട്ട് പറഞ്ഞ 5 പൈസ കിട്ടിയില്ല, BMW ബൈക്ക് വിറ്റ്. എന്നിട്ട് 5 ലക്ഷം രൂപ കൊടുത്ത തെളിവ് കൊടുത്തപ്പോൾ പറയാം ഞാനൊന്നും അക്കൗണ്ടിൽ കാണിക്കുന്നു, ബില്ല് കാണിക്കുന്നു, എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും മാരാരൊരു വല്ലാത്തൊരു മാറ്റ പരിപാടിയാണ്. നിലപാടെന്ന് പറയുന്ന സാധനം എന്താണെന്ന് ആദ്യം മാരാറ് പഠിച്ചാൽ നന്നായിരിക്കും. പലപാടും വയറ്റിപ്പാട് രാഷ്ട്രീയമാണ് പുള്ളിക്കാരുടെ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ മാരാർന്ന് പറഞ്ഞ ഒരു നാരങ്ങ വെള്ളത്തിൽ മറിയുന്നതാണ്. ഒരു 10-15 രൂപ ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്താൽ മറിയുന്നതാണ് ഈ മാരാർ. ഇവന്റെയൊക്കെ പുറയിലും ഇവനെ സിന്താവ് വിളിക്കുന്ന ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇവന് വാസാമർത്ഥ്യം കൊണ്ട് മാത്രം നിൽക്കുന്നതാണ്. ഈ കാരണം അതിന് വെല്ലുവിളി ചെത്തുന്ന കാര്യമാണ്. നിന്റെ ഈ വായ്ത്താളത്തിന് പറയാൻ പറ്റിയ ആളൊന്നുമല്ല ഹാഷ്മി. അദ്ദേഹത്തിന്റെ ജോലിപരമായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇയാളെ വെല്ലുവിളിക്കും കയറുന്ന മത്സരിക്കാൻ നീ ആരാ? ഇയാൾ നിന്റെ കാര്യം ചോദിക്കുമ്പോൾ നീ കയറുന്ന ഗാന്ധിജിയുടെ ഓപ്പോസിറ്റ് ആക്കുകയും ഗാന്ധിജിയുടെ കാര്യം പറയും, ഗാന്ധിജിയുടെ കാര്യം പറയും, സുഭാഷ് ചന്ദ്രബോസിലേക്ക് പോവുകയും പിന്നെന്തെങ്കിലും പറയാമെങ്കിൽ ഉദാഹരണം വെക്കുന്ന ട്രംപിനെയൊക്കെയാ. എന്തുവാടാ ഇത്? നീ ആദ്യം നീ തീരുമാനിക്കുക നീ ഏത് രാഷ്ട്രീയത്തിലാണെന്നും നീ ആരാണെന്നും. നീ പറഞ്ഞ വാക്കുകൾ എടുത്ത് നോക്കുക. ആരെങ്കിലും വളച്ചൊടിക്കും. നീ നിന്റെ വായിൽ വന്ന കാര്യം തന്നെ എനിക്കൊന്ന് ഓർമ്മ വെക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ചുമ്മാ അവിടുന്ന് മെഴുകുക. എന്തോന്നാണ് ഇത്? വെച്ചിട്ട് പോടെ ചുമ്മാ. നീ ഒരു മാസത്തേക്ക് നീ തൽക്കാലം നീ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ തൽക്കാലം നീ കുറച്ച് ഏറിനകത്ത് ഏറി കയറിയാനെ വീണ്ടും വിളിച്ചിരുത്തി വീണ്ടും റോക്കറ്റിനകത്ത് വിടുന്ന പരിപാടിയാണ് ഇപ്പൊ നീ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെയെങ്കിലും അത് ചെയ്ത് നിർത്തണേ.